ഹായ് ഗൈസ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശിനെ കൊടുക്കാനും നാണം കെടുത്താനും വേണ്ടിയിട്ട് ജലജയും ജാനകിയും അനാമികയും അഭിയും കൂടെ ചേർന്നിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രക്കാരെയൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം. പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ് നയനയും ആദർശും കൂടി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയുകയും നവ്യ ഈ സത്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാണ്. അതറിഞ്ഞതിന് ശേഷം നവ്യ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അഭിയുടെ കൂടെ ഇനി ഒത്തുപോകാൻ പറ്റില്ല, ഒരു ഡിവോഴ്സ് ആവശ്യമാണെന്നുള്ള കാര്യം. ആ ഡിവോഴ്സിന് കുറേ ഉപാധികളും ഒക്കെ വയ്ക്കുന്നുണ്ട്. ഒട്ടും വിട്ടുകൊടുക്കാൻ നവ്യ തയ്യാറാവുന്നില്ല. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജയും ജാനകിയും അനാമികയും അഭിയും ഒക്കെ കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ, ഇതിനൊരു അന്ത്യം വരുത്തണം. ആദർശ് ഇവിടെ ഒരു രാജാവിനെ പോലെ വാഴുകയാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ മറച്ചു വയ്ക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തീരുമാനിച്ചിരിക്കുക. അതിനൊരു അന്ത്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തുള്ളവരും കൂടി ഈ വാർത്ത അറിയണം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കിടന്ന് മാത്രം കളിക്കുന്നത് കൊണ്ടാണ് അവൻ ഇത്രയും അഹങ്കാരം. എല്ലാവരും അറിയണം, ഈ ന്യൂസ് സ്പ്രെഡ് ആവണമെന്ന് പറയാണ്. അപ്പോൾ അബിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ന്യൂസ് സ്പ്രെഡായാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുമോ എന്നൊക്കെ പേടിയാണ്. കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ. അപ്പോൾ അബി അതിനെ ചെറുതായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും മാധ്യമങ്ങളെ ഈ വിവരം അറിയിക്കണമെന്നും അതുവഴി ഇത് എല്ലായിടത്തൂടെയും പോകണം, പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരണം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം എല്ലാവരും അറിയണം. ആദർശിനെ എല്ലാവരും പച്ചയ്ക്ക് വലിച്ചു കീറണം, എന്നാലേ അവനൊരു പാഠം പഠിക്കുകയുള്ളൂ. ഇപ്പോഴും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അഭിയാണ് ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആദർശിൻ്റെ മുഖംമൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യുക. അങ്ങനെ ഇവർ മാധ്യമങ്ങളെയൊക്കെ കുറേ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ ന്യൂസ് ലീക്ക് ചെയ്ത് വന്നതുകൊണ്ട് ആൻമരിയെ നേരെ നയനെ വിളിച്ച് തന്നെ ചോദിക്കുക, നയനെ ഇങ്ങനൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ? ആദർശിൻ്റെ കുഞ്ഞാണോ ആ വീട്ടിലുള്ള ചന്തുമോളെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല ആൻമരിയെ, ഒരിക്കലും അങ്ങനെ ആദർശേട്ടൻ്റെ കൊച്ചല്ല ചന്തുമോള്. ചന്തുമോളെന്ന് പറയുന്ന ഒരു കുട്ടി വീട്ടിലുണ്ട്. ആ കുട്ടിയെ അനന്തപുരിയിൽ നിർത്താനും ഒരു കാരണമുണ്ട്. അത് മറ്റൊരു ചതിയുടെ കഥയാണ്, അല്ലാതെ ആദർശേട്ടൻ്റെ കൊച്ചല്ല. അപ്പോൾ പറയാണ്, ഇങ്ങനെ ആദർശിനെ കുറിച്ചിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അത് ലീക്കാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ പിന്നെ നാണം കെട്ട് പോവുള്ളൂ, മൂർത്തീസ് ജ്വല്ലറിയെ കൂടി അത് ബാധിക്കും എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെ അത് ലീക്കാകാതെ നോക്കണം എന്ന് പറയുമ്പോൾ ആൻമരിയ പറയുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം, എനിക്കറിയാവുന്നവരെ കൊണ്ടല്ല അത് ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഇനി ഏതെങ്കിലും മഞ്ഞ പത്രങ്ങളിലോ അങ്ങനെയുള്ളവരുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധനം ലീക്കാവും, അവർക്കൊരു സെൻസേഷണൽ ന്യൂസ് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ആൻമരിയ. അപ്പം നയന പറയുന്നുണ്ട്, നമുക്കത് മാക്സിമം ലീക്കാകരുത്, ആദർശേട്ടൻ മാനം കെടരുത് എന്ന് പറയാം. എന്നിട്ട് ആദർശിനോട് ചെന്നിട്ട് നയന ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ആദർശും പറയുന്നുണ്ട്, ഇല്ല അത് പുറത്ത് പറയരുത്, ഇങ്ങനെ ഒരു കാര്യം ഈ സമയത്ത് സംഭവിച്ചാൽ ഓണമൊക്കെയാണ് വരുന്നത്, നമ്മുടെ ബിസിനസ്സെ അത് ബാധിക്കും. ഇങ്ങനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എതിർവശത്തുള്ള ബിസിനസ്സുകാരെല്ലാം അതെടുത്തങ്ങ് പ്രയോഗിക്കും എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഇതാരാ ഇത് ലീക്കാക്കിയെന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും ഈ സംഗതി പുറത്ത് പോയിരിക്കുന്നത്, മറ്റാർക്കും അറിയാത്ത ഒരു കാര്യമാണല്ലോ ഇത്, അഭി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരി, ആ നിററി കെട്ട അഭി തന്നെയായിരിക്കും, അവൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അടിച്ചമർത്തണം, എന്നിട്ട് അവൻ എല്ലാത്തിൻ്റെയും മുകളിൽ കയറിയിരിക്കണം, അങ്ങനെ ഒരു ചിന്ത കൊണ്ട് അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, നേരാ, ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിയിൽ വേറൊരു ഒരു കാഴ്ചക്കാരനെ പോലെ, ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ അവനെ ആക്കിയില്ലേ, അത് അവന് പിടിച്ചിട്ടുണ്ടാവുകയല്ല, അവൻ്റെ അധികാരങ്ങളൊക്കെ എടുത്തു മാറ്റിയത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആദർശേട്ടനിട്ട് ഒരു പണി തരാൻ വേണ്ടി ചെയ്തതവൻ. പക്ഷേ അവനൊരു കാര്യം ചിന്തിക്കണമായിരുന്നു, ഈ സത്യാവസ്ഥ അഭിക്ക് നന്നായിട്ടറിയാം, എന്നിട്ട് കൂടെ അവൻ ഇങ്ങനെ ചെയ്യുമ്പം അവൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് ഓർക്കണം, അവൻ്റെ കുഞ്ഞല്ലേ ചന്തുമോള്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ആദർശേട്ടാ, നമുക്കിതിനെതിരെ പ്രതികരിക്കണം തന്നെ പറയാം. എന്നിട്ട് ആദർശം നയനയും കൂടി മുത്തശ്ശനോടും പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശ ദേ ഇങ്ങനൊരു ന്യൂസ് ഇവിടുന്ന് സ്പ്രെഡായിട്ടുണ്ട്, ആൻമരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, പല പത്രക്കാർക്കും ഈ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്,
മാധ്യമങ്ങൾ വഴി ഇത് പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ ആദർശേട്ടനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യും. മാധ്യമ വിചാരണയൊക്കെ നേരിടേണ്ട കാര്യമൊന്നും ആദർശേട്ടനില്ല. കാരണം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ആദർശേട്ടനെ കൂടി കുറേ പേര് തെറ്റുകാരനാക്കി ചിത്രീകരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആരോ ചെയ്ത പണിയാണിതെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതും സംശയിക്കേണ്ട, അഭിയായിരിക്കും. അവനെ ഇന്ന് അധികാരങ്ങളിൽ നിന്നൊക്കെ മാറ്റിയതിൻ്റെ ദേഷ്യം അവനുണ്ടായിരിക്കും. പിന്നെ അവൻ്റെ അമ്മയും മറ്റുള്ളവരും ഒന്നും ആരും അത്ര കുറഞ്ഞതൊന്നും അല്ലല്ലോ. എല്ലാവരും കൂടി ചെയ്ത പണി തന്നെയാവും ഇത്. ഇതെങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കും, നമ്മൾ നോക്കണം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ നമുക്ക് ഒരിടം വരെ പോകണം എന്ന് പറയുമ്പോൾ നയന പറയാണ്, അതേ ആദർശേട്ടാ, എനിക്ക് ഒരിടം വരെ പോകണം, ആദർശേട്ടൻ എൻ്റെ കൂടെ വരണം എന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെയാണ് പോകേണ്ടത്? അതെ, എനിക്ക് അഭിയെ ഒന്ന് കാണാൻ പോകണമെന്ന് പറയാണ്. അങ്ങനെ നയന അഭിയെ കാണാനായിട്ട് പോകും. ആദർശും നയനയും കൂടി അഭിയെ വിളിച്ചു വരുത്തുകയാണ്. അഭിയോട് പറയാണ്, നീ ഒരിടം വരെ ഒന്ന് വരണം, ഇനി ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് ആദർശ് പറയുക. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിക്കാനാ? ഇപ്പം എന്നെ ഒരു വെറും റബ്ബർ സ്റ്റാമ്പായിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുകയല്ലേ. ഇനി ഞാൻ ജ്വല്ലറിയിൽ നിന്നൊന്നും മോഷ്ടിച്ചെന്നൊന്നും പറയാനില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾക്ക് ഇനി എന്നോട് സംസാരിക്കാനുള്ളത്? ചന്തുമോളുടെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയാനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ വായടച്ചോണം. ചന്തുമോളെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ നിനക്ക് അവകാശമില്ല. അങ്ങനെയുള്ള നീ മിണ്ടിപ്പോരുതെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഒരിടത്ത് വരാൻ. അങ്ങനെ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ അവർ എത്തുകയാണ്. അപ്പോൾ അബി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നയനയും ആദർശും കൂടി അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ ഭാര്യയും ഭർത്താവും കൂടിയാണോ വന്നത്? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നയന തന്നെ പറയാണ്, ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതൊന്നും അല്ല ബി. നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. നന്നായിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, നീ എന്താണ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് വേണം പ്രതികരിക്കാമെന്ന് പറയാണ്. നീ കളിച്ചിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദർശേട്ടനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി നാറിയ കളിയല്ലേ അബി നീ കളിക്കുന്നത്? നീ അല്ലേ ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡാക്കി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അബി പറയാം, അയ്യോ ഞാനൊരു കാര്യമേ ചെയ്തിട്ടില്ല. ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെ ലീക്കാക്കാനാണെങ്കിൽ എനിക്ക് അന്നേ ചെയ്യാമായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം അത് ലീക്കുമായോ? ഇനിയിപ്പം നമ്മുടെ ജ്വല്ലറിയുടെ കാര്യമൊക്കെ പോക്കായിരിക്കുമല്ലോ. മൂർത്തി ജ്വല്ലറിയുടെ കാര്യവും അതുപോലെ തന്നെ അനന്തപുരിയിലെ അഭിമാനവും ഒക്കെ എവിടെ പോവും? അപ്പം നയന നേരെ ചെന്നിട്ട് പറയാ, കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ നയന് പറയാണ്, ഇനിയും അഭി നീ ഇങ്ങനെ വൃത്തികെട്ട കളികൾ കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ പച്ചയ്ക്ക് ഞങ്ങൾ വലിച്ചു കീറും. അത് നീ ഓർത്തോണം. നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്നും അറിയാഞ്ഞിട്ടല്ല ആദർശേട്ടൻ ഇങ്ങനെ നാടകം കളിക്കുന്നത്. നിന്റെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയും നീ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അഭി ഞങ്ങളും വെറുതെ വിടുകയല്ല എന്ന് പറയും. കൈ വിട്ട കളിയായിരിക്കും അഭി എന്ന് പറയാണ് നയന. കേട്ടോ, അഭിനെ നേരെ നോക്കി നല്ല ദേഷ്യത്തിൽ തന്നെ നല്ല കട്ടക്കലിപ്പിലാണ് നയന. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഭിക്ക് ഞെട്ടലാവും. അഭിക്ക് ഒരു താക്കീത് കൊടുത്തിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോവാണ്. അപ്പോൾ അഭിക്കൊരു ഞെട്ടലാവാണ്. ഇവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചത്. ഇനി ഈ ന്യൂസ് സ്പ്രെഡാക്കിയിട്ടുമുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തും. ഈ ന്യൂസ് പുറത്തായി കഴിഞ്ഞാൽ ഇവൻ എനിക്കെതിരെ പ്രതികരിക്കുമോ? എന്തെങ്കിലും ആകട്ടെ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ഇനിയിപ്പം ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല. ന്യൂസൊക്കെ എപ്പോഴേ സ്പ്രെഡായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ കളി ഗാലറിയിൽ നിന്ന് കാണാം. ബാക്കിയുള്ളവരുണ്ടല്ലോ വീട്ടിൽ, അവർ കളിച്ചോളും എന്നിങ്ങനെ അഭി വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ന്യൂസ് സ്പ്രെഡായിട്ടുണ്ട്. അൻമരിയെ പറയുന്നുണ്ടെങ്കിൽ പോലും പലരും ഇതറിഞ്ഞിരിക്കുകയാണ്. അനന്തമൂർത്തിയുടെ മകനാണ് കൊച്ചുമകനായ ആദർശിൻ്റെ ഒരു അവിഹിത ബന്ധത്തിലൊരു കുട്ടിയുണ്ടെന്നും അതിനെ രഹസ്യമായിട്ട് അനന്തപുരിയിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും ഒക്കെയുള്ള കാര്യം. അതുപോലെ തന്നെ അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ചാണ് ആ കുഞ്ഞുണ്ടായതെന്ന വിവരവും മാധ്യമങ്ങൾ അറിയാണ്. അനഘ ഇപ്പോൾ വയ്യാത്തൊരവസ്ഥയെ കിടക്കുമ്പോൾ ആദർശ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണെന്നും അനഘയെ തഴഞ്ഞതാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ പിന്നെ അത് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഒരു തരംഗം വരുമ്പോൾ തന്നെ നയനയും ആദർശം കൂടെ തീരുമാനിക്കുകയാണ്, ആദർശേട്ടാ കണ്ടോ, ഇപ്പോൾ ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായി വരികയാണ്. ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇനിയും നമ്മൾ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല ആദർശേട്ടാ അത് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല വേണ്ട, സാരില്ല, എന്നെക്കുറിച്ചല്ലേ പറയുന്നത്, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പറയുന്നവരുടെ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. വെറുതെ ഇനി ഈ കാര്യം വലിച്ചിടണ്ട. ചന്തുമോളുടെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് ഞാൻ അംഗീകരിച്ചോളാം എന്ന് പറയാണ്.
അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട ദശേട്ടാ, ഒരിക്കലും വേണ്ട, ഇത്രയും നാൾ നമ്മൾ സഹിച്ചു, എന്നിട്ടും അഭി നമുക്കെതിരെ വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവനെ വെറുതെ വിടാനുള്ള മനസ്സൊന്നും എനിക്കില്ല. ചേച്ചിയുടെ ജീവിതം ഓർത്തിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഇനിയും ചേച്ചി ഇങ്ങനെ നാണം കെട്ടവൻ്റെ കൂടെ ഒന്നും അറിയാതെ നാടകം കളിച്ച് എന്തിനാ ജീവിക്കുന്നത് എന്ന് പറയുക. അപ്പം നന്ദുവും വിളിക്കുകയാണ് കേട്ടോ നയനെ. എന്നിട്ട് പറയുന്നുണ്ട്, നയനേച്ചി, കാര്യങ്ങളുടെ പോക്കൊന്നും അത്ര പന്തിയല്ല. ആദർശേട്ടനെതിരെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത എതിർപ്പ് വരും. അത് ആദർശേട്ടനെതിരെ ഒരു കേസായിട്ട് മാറാൻ വരെ കാരണമാകും. ജുവല്ലറിയിലെ മോശമായി ബാധിക്കും. നിങ്ങളുടെ ജുവല്ലറിയുടെ ക്രെഡിബിലിറ്റി അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെ ആദർശേട്ടനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ തന്നെ വരുമെന്ന് പറയുക. അപ്പോൾ നയനെ ചോദിക്കുകയാണ്, എന്തിനാ ആദർശേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത്? ആദർശേട്ടൻ എന്ത് തെറ്റാ നന്ദു ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഈ ന്യൂസ് സ്പ്രെഡായി ഇതൊരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെൻസേഷണൽ ന്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കോടതിയും മറ്റുമൊക്കെ ഇതിൽ ഇടപെടുന്ന കാര്യമാണ്. കാരണം അനഘയെ പോലെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം നിഷ്കരുണം ഉപേക്ഷിക്കുകയും മാറാരോഗത്തിന് അടിമയായ അനഘ അവിടെ വയ്യാതെ കിടക്കുകയും ചെയ്യുമ്പം അനഘയുടെ കുട്ടിയെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് വളർത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാലം ഉപേക്ഷിച്ചതും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിച്ചതും ഒക്കെ നോക്കുമ്പം ആദർശേട്ടനെതിരെ കാര്യങ്ങൾ തിരിയാൻ വകുപ്പുണ്ട്. കാരണം ഒരു പ്രശസ്തനും കൂടിയാണ് ആദർശേട്ടൻ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഇങ്ങനെ പണത്തിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ ചതിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ വകുപ്പൊക്കെ അങ്ങ് മാറും നയനേച്ചി എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, നന്ദു എല്ലാം കൈവിട്ട് പോകുമെന്ന് തോന്നുന്നല്ലോ. ആദർശേട്ടൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. നിനക്കറിയാലോ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ടും ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുക. അപ്പോൾ നന്ദു പറയാണ്, ചേച്ചി ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് തിരിച്ചടിക്കുക. ഇനി അഭിയെക്കുറിച്ചൊന്നും ചേച്ചി ചിന്തിക്കാൻ പോകണ്ട. നവ്യേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കണ്ട. ഇതുപോലൊരു ചതിയൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് നവ്യേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണ്. പിന്നെ നവ്യേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന്. ചേച്ചി എന്തായാലും ആത്മഹത്യ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. കൂടിപ്പോയാൽ അവനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് തിരിച്ച് നന്ദാവനത്തിലേക്ക് വരുമായിരിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് സന്തോഷം തന്നെയാണ്. ഇതുപോലൊരു ദുഷ്ടൻ്റെ കൂടെ ചേച്ചി ജീവിച്ച ചേച്ചിയുടെ ജീവിതവും സേഫ് അല്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത്. നമ്മൾ ഇതിനൊക്കെ ഇനിയും വളം വെച്ച് കൊടുക്കരുത് നയനേച്ചി എന്ന് പറയാം നന്ദു. അപ്പോൾ നയനയും പറയേ, ശരിയാ, ഇനിയും ഇവനെ വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്യും, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും നശിപ്പിക്കും. അതുകൊണ്ട് ഈ കളി ഇവിടെ അവസാനിപ്പിക്കുന്നത് തന്നെ നല്ലതെന്ന് പറയുകയാണ് നയന. അങ്ങനെ നയന ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഈ കളി നമുക്കിവിടെ അവസാനിപ്പിക്കാം. സത്യങ്ങളെല്ലാം നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ വെളിപ്പെടുത്താം. അവരല്ലേ ഈ ന്യൂസ് ഇത്രയും സെൻസേഷണൽ ആക്കിയത്. അതുകൊണ്ട് തന്നെ സത്യം നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാം, നയനെ ഈ കടുത്ത കൈയൊക്കെ വേണോ? ഇത്രയൊക്കെ ക്ഷമിച്ചതല്ലേ നമ്മൾ. ഇനി ആരോടാ ആദർശേട്ടാ ക്ഷമിക്കേണ്ടത്? അവൻ എന്നിട്ട് കളിക്കുന്ന കളി കണ്ടില്ലേ? കാര്യങ്ങളുടെ സത്യാവസ്ഥ അവനറിയാം. എന്നിട്ടും അവനൊന്ന് ഒതുങ്ങിക്കൂടാൻ നോക്കുകയല്ല, കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ആദർശേട്ടനെ ഒരു നിയമത്തിന് മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. തെറ്റ് ചെയ്യാതെ ആദർശേട്ടൻ ആരുടെ മുമ്പിൽ കുറ്റക്കാരനായിട്ട് നിൽക്കാൻ പറ്റില്ല. എല്ലായിടത്തും എൻ്റെ ആദർശേട്ടൻ തല ഉയർത്തി തന്നെ നിൽക്കണം. ഞാനിത് തീരുമാനിച്ചു. ആ DNA ടെസ്റ്റ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും അഭിയാണ് കുറ്റക്കാരനെന്ന് എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്താനും പോവുകയാണെന്ന് പറയാണ്. ആദർശ് കുറേയൊക്കെ തടയുന്നുണ്ടെങ്കിലും അതിനുശേഷം മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വന്നു കൂടുകയാണ് കേട്ടോ മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിലേക്ക്. എന്തിനാണെന്ന് വെച്ചാൽ ആദർശിൻ്റെ ഫോട്ടോസ് എടുക്കാനും ആദർശിനെ ഇൻ്റർവ്യൂ ചെയ്യാനും. അങ്ങനെ അവർ നിൽക്കുമ്പോഴേക്കും മാധ്യമങ്ങൾ വരികയാണ്. അപ്പം നയന ഈ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ എടുത്ത് കൈ വച്ചിരിക്കുക. കാര്യം എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തണം എന്നുള്ള ചിന്തയോടുകൂടി. അപ്പോഴാണ് ഇവർ വരുന്നത്. വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നയനയോട്, നിങ്ങളുടെ ഭർത്താവല്ലേ ആദർശ്, നിങ്ങളെയും ചതിക്കല്ലായിരുന്നോ? മറ്റൊരു കുട്ടി ഉണ്ടായിട്ട് ആ പെൺകുട്ടിയെ നിഷ്കരണം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യലായിരുന്നോ? പണത്തിൻ്റെ പുറത്തുള്ള അഹങ്കാരമല്ലേ ഇയാൾ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നയന അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ സത്യം അറിയാതെയാണ് ഈ പറയുന്നത്. എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റുകാരനുമല്ല. മറ്റു പലരുടെയും ജീവിതം ഓർത്ത് മറ്റു പലരുടെയും ചതിയെ മൂടിപ്പിടിക്കുകയാണ് ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ അവർ പറയുന്നുണ്ട്, തെളിവുകളുണ്ട്. ഇതാണ് DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ. അഭി ചെയ്ത ഒരു മഹാപാതകമാണത്.
അബി ഇതുപോലെ പല പെൺകുട്ടികളെയും ചതിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്നോർത്ത് ഞങ്ങൾ മനഃപൂർവ്വം ചന്തുമോളെ ഞങ്ങളുടെ മോളായിട്ട് വളർത്തിയതാ. അല്ലാതെ മറ്റൊന്നും അല്ല ഇതിലെ കാര്യം. അതിൻ്റെ പേരിൽ ആദർശേട്ടൻ്റെ ജീവിതം തകരാനും ആദർശേട്ടൻ സമൂഹത്തിന് മുമ്പിൽ നാണം കെടാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് നയന തുറന്നു തന്നെ പറയുകയാണ്. അങ്ങനെ ഇത് പിന്നെ ഒരു സെൻസേഷണൽ ന്യൂസ് ആവുകയാണ്. ആദർശല്ല, അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം. DNA ടെസ്റ്റ് റിപ്പോർട്ടും സത്യാവസ്ഥയും എല്ലാ മാധ്യമങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യയും ഈ വിവരം അറിയാണ്. നവ്യ ഞെട്ടിപ്പോവാണ് ഇതറിയുമ്പം. നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, എന്നിട്ടാണല്ലോ ഞാൻ ആദർശേട്ടനെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. അബി അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അവൻ ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെന്നും അറിയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത്രയും നാടകം കളിച്ച് എന്നോടും കുഞ്ഞിനോടും ഇത്രയും സ്നേഹം കാണിച്ചിട്ട് അവൻ ഇങ്ങനെ ഒരു ചതി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നോ? ആ പാവം അനഘയോട് അവൻ ഇത്രയൊക്കെ ചെയ്തോ? ചന്തുമോൾ അവളുടെ കുഞ്ഞാണെന്ന് അവൻ അറിയാവാഞ്ഞിട്ട് പോലും അത് ആദർശേട്ടൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടുകയാണല്ലോ ചെയ്തത്. പല പ്രാവശ്യം അവൻ ആവർത്തിച്ച് ആദർശേട്ടനെ കുറ്റം പറയുകയാണല്ലോ ചെയ്തത്. ഇവൻ ഇതിനൊക്കെ മനസ്സ് വന്നല്ലോ. ഇവൻ്റെ കള്ളത്തരം ഒരിക്കലും ആരും അറിയില്ലെന്നാണോ ഇവൻ വിചാരിച്ചത്? വെറുതെ അല്ല ഇവൻ ഈ നാടകം കളിച്ചതെന്നൊക്കെ നവ്യ വിചാരിക്കുക. നവ്യക്കങ്ങ് ഭ്രാന്തമാവുന്ന അവസ്ഥയാവുകയാണ്. അതുപോലെ ജലജയും ജാനകിയും അനാമികയും എല്ലാവരും ഈ വിവരങ്ങൾ അറിയാണ്. അപ്പോൾ ജലജ ഞെട്ടിപ്പോവുക. ജലജ പറയും, എന്താ ഈ കേൾക്കുന്നത്? ഇവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് വച്ചിട്ടാണോ ഇത്രയധികം നാടകം കളിച്ചത്? ദൈവമേ, ഇവൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറയുകയാണ്. ജലജയാണെങ്കിൽ അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ നീയാണോ ചന്തുമോളുടെ അച്ഛൻ? എന്നിട്ടാണോടാ നീ ഈ നാടകം മുഴുവൻ കളിച്ചത്? നിന്നോട് പല ആവർത്തി ഞാൻ ചോദിച്ചതല്ലേ? എന്നിട്ട് പോലും നീ സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ല. നാണം കെട്ടവനെ, നീ ഈ അനന്തപുരിയിൽ നിന്നും കൂടി പുറത്താവുമല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇനി നമ്മളെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. ഒരു വിധത്തിൽ ജീവിച്ച് വന്നതാ. ഇവൻ്റെ ഒരു നശിച്ച സ്വഭാവം കാരണം നിന്നെപ്പോലൊരു മകനെ എനിക്ക് വേണ്ടടാ എന്നൊക്കെ പറയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. എല്ലാവരും കേൾക്കാനും കൂടി വേണ്ടിയാണ് ജലജ പറയുന്നത്. ജലജയ്ക്ക് എന്തായാലും അനന്തപുരിയിൽ നിന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ. അതിനു വേണ്ടി അങ്ങനെ ഒരു ഡയലോഗൊക്കെ ഇറക്കുകയാണ്. അതേസമയം നവ്യാണ് രണ്ടും കൽപ്പിച്ച് തീരുമാനിക്കുക. നവ്യ അബിയുടെ കുത്തിന് പിടിച്ച് ചോദിക്കുന്നുണ്ട്, എടാ ദുഷ്ട, നീ ഇത്തരക്കാരനായിരുന്നു. സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നീ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയായിരുന്നല്ലേ? എന്നിട്ട് ഇപ്പോഴും പാവം ആദർശേട്ടനെ വഞ്ചിക്കാനും ആദർശേട്ടനെ ചതിക്കാനും നീ കൂട്ടു നിൽക്കുകയായിരുന്നല്ലേ? ഇനി ഒരു നിമിഷം ഞാൻ നിന്നോടൊപ്പം ജീവിക്കില്ല. ഞാനും എൻ്റെ കുഞ്ഞും കൂടി എൻ്റെ വീട്ടിൽ പോവാം. നിന്നെപ്പോലൊരു ദുഷ്ടൻ്റെ കൂടെ ജീവിച്ച ഞങ്ങളുടെ ജീവൻ എന്താ ഒരു വിലയുള്ളത്? ഒരു വിലയില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നവ്യ കുഞ്ഞിനെ എടുത്തെടുത്ത് അവിടുന്ന് നന്ദാവനത്തിലേക്ക് പോവാണ്. നയന പുറകെ ചെന്ന് വിളിക്കുന്നൊക്കെയുണ്ട്, ചേച്ചി പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. ചന്തുമോളെ ഞങ്ങളുടെ മോളായിട്ട് തന്നെ ഞങ്ങൾ വളർത്തിക്കോളാം. ചേച്ചി അനന്തപുരിയിൽ നിന്ന് പോകരുതെന്ന് പറയാണ്. നവ്യ സമ്മതിക്കില്ല. എൻ്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കില്ല നയനെന്ന് പറയാണ്. ഇവനെപ്പോലൊരു ചതിയൻ്റെ കൂടെ ഇനിയും ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുക. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാല് പിടിച്ച് നവ്യയോട് പറയുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും കേൾക്കുന്നില്ല. നവ്യ കുട്ടിയെ എടുത്തുകൊണ്ട് പോവാ നന്ദാവനത്തി. അപ്പം നവ്യ അവിടെ ചെല്ലുമ്പോൾ തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ട്, മോളിങ്ങ് പോന്നല്ലേ, ഞങ്ങൾക്കറിയായിരുന്നു. സാരില്ല മോളെ, നമ്മുടെ വിധി ഇതാണെന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാമെന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ, ദേ അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവനിൽ നിന്നൊരു ഡിവോഴ്സ് തന്നെയാണ് എനിക്ക് വേണം. പക്ഷേ വെറുതെ ഒരു ഡിവോഴ്സിനൊന്നും പോകുന്നില്ല. എൻ്റെ കണ്ടീഷൻസൊക്കെ അവൻ അനുവദിക്കണം. കാരണം അവൻ അനന്തപുരിയിലെ സ്വത്തിൻ്റെ ഒരു വീതം തന്നെ കിട്ടും. അത് മുഴുവൻ അവനും അവൻ്റെ അമ്മയും കൂടെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൻ്റെ കുഞ്ഞാണ് ഇതെങ്കിൽ ഈ കുഞ്ഞ് അവൻ്റെ ആണെങ്കിൽ അവൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ്റെ സ്വത്തിൻ്റെ പകുതി കിട്ടണം. ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അച്ഛാന്ന് പറയാണ്. അങ്ങനെ നവ്യ ഡിവോഴ്സിന് കേസ് കൊടുക്കുകയാണ് കേട്ടോ. അബിയിൽ നിന്ന് പിരിയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അബിക്ക് പക്ഷേ വലിയ മാറ്റവും ഒന്നുമില്ല കേട്ടോ. അബി അതുപോലൊക്കെ തന്നെ സന്തോഷമായി അബിക്ക്. അങ്ങനെ അങ്ങ് പോവാണ്. അതേസമയം നവ്യ പിന്നെ ചെന്നിട്ട് അനന്തപുരി ചെന്ന് അബിയെ വിളിച്ചിറക്കി നിർത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാണ്, ഇതാ നിൻ്റെ ഡിവോഴ്സ് നോട്ടീസ്, ഡിവോഴ്സ് കേസ് പെറ്റീഷനിൽ നീ ഒപ്പിടണം. എനിക്ക് നിന്നിൽ നിന്ന് ഡിവോഴ്സ് വേണം. ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വെറുതെ അങ്ങ് പോകുമെന്നൊന്നും നീ ആലോചിക്കേണ്ട. നിൻ്റെ സ്വത്തിൻ്റെ പകുതി എനിക്ക് കിട്ടണം. ഈ
അനന്തപുരിയിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ പകുതി അത് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി കിട്ടണം, അല്ലാതെ വെറുതെ ഒന്നും ഞാൻ പോകുമെന്ന് നീ ഓർക്കണ്ടെന്ന് പറഞ്ഞ് അബിയുടെ കുത്തിനൊക്കെ പിടിച്ച് ബഹളം വയ്ക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നവ്യ ഡിവോഴ്സ് പേപ്പറൊക്കെ കൊടുക്കുകയാണ് അബിയോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ നവ്യ തിരിച്ച് വീണ്ടും നന്ദാവനത്തിലേക്ക് തന്നെ പോവാണ് കേട്ടോ. നവ്യയ്ക്ക് എന്തായാലും അബിയുടെ കൂടെ ഒരു ജീവിതം വേണ്ടാന്ന് പറയുക. എന്നാൽ നമ്മുടെ നയനയും ആദർശവും ഒക്കെ ചെന്നിട്ട് നവ്യയോട് ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ചേച്ചിക്ക് എന്തായാലും അനന്തപുരിയിൽ ജീവിക്കാം, അബിയുടെ കുഞ്ഞുമായിട്ട് അവിടെ ജീവിക്കാം, അവനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും മുത്തച്ഛനും മുത്തശ്ശി അവനെ ഇറക്കി വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം ചേച്ചിയും കുഞ്ഞും അവിടെ വന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല എനിക്കതിന് പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം, പക്ഷേ അവൻ്റെ സ്വത്ത് അതെൻ്റെ കുഞ്ഞിന് കിട്ടണം, അല്ലാതെ അവനെ ഒറ്റയ്ക്ക് സുഖിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന തീരുമാനം എടുക്കുകയാണ് കേട്ടോ നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്